ഹായ് വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾട്രോസ് റേസർ ആണ്. അതിൽ ഫ്രണ്ട് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, എങ്കിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ടാറ്റയുടെ ആ ലോഗോ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 360 ഡിഗ്രി ക്യാമറ നിങ്ങൾക്ക് അതിന് തൊട്ട് താഴെ കാണാൻ പറ്റും. അതല്ലാതെ ക്രോം എലമെന്റ്സ് ഫുൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലാമ്പ് നിയോണിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് യെല്ലോ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രോം എലമെന്റ്സ് ഉള്ള ആ ഒരു ഭാഗം ഫുള്ള് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ റൂമിലേക്ക് പോയാൽ ഹുഡിൽ നന്നായിട്ടുള്ള ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് എഞ്ചിനിൽ തന്നെയാണ്. 120 bhp 1.2 ലിറ്റർ ഐ ടർബോ എഞ്ചിനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 170 Nm ടോർക്കും വരുന്നുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു എഞ്ചിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ആ ടർബോയുടെ ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ. വേറെ ഓട്ടോമാറ്റിക്കോ AMTയോ DCTയോ അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നില്ല. പക്ഷേ ചിലപ്പോൾ DCT വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ യാതൊരു ചേഞ്ചസും വരുന്നില്ല. സെയിം നോർമൽ അൾട്രോസിലുള്ള ലെങ്ത്, അതുപോലെ ആ സൈഡിൽ വേറെ അഡീഷണൽ സ്കർട്ടിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ രീതിയിൽ എന്താണോ ആ ഒരു കാർ അത് തന്നെയാണ് ആ സൈഡ് പ്രൊഫൈലും വരുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. 3 കളർ വേരിയൻസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വൈറ്റ്, സിൽവർ ആൻഡ് ഓറഞ്ച്, ഈ 3 കളറിലേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ആ ഒരു അലോയ്സ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നിങ്ങൾ 360 ഡിഗ്രി ക്യാമറ ഒരു സൈഡ് പോർഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. 16 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. ആ ഒരു അലോയ്സിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. കാര്യം ഡ്യുവൽ ടോൺ നോർമൽ രീതിയിൽ സിൽവർ ഒക്കെ വരുന്നത് ഇതൊരു സ്പോർട്ടിയർ ലുക്കിൽ വരാനാണ് ആ ഒരു ഗ്രേയും ബ്ലാക്കും കൊടുത്തിരിക്കുന്നത്. റെയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഷാർക്ക് ഫിൻ ടൈപ്പ് ആന്റിന, അതുപോലെ സ്പോയിലർ, ഇതെല്ലാം നേരത്തെയുള്ള റെഗുലർ ഓൾട്രോസിൽ വരുന്നതാണ്. റേസറിലേക്ക് വരുമ്പോൾ ഏക വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാഡ്ജിംഗിൽ വരുന്ന വ്യത്യാസം തന്നെയാണ്. അല്ലാതെ വേറെ ഒരു ചേഞ്ചസും വരുന്നില്ല. നോർമൽ രീതിയിൽ 4 പോയിന്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐ ടർബോ പ്ലസ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നോർമൽ അൾട്രോസിലെ പോലെ തന്നെ D4 ലൈൻസ്, വൈപ്പർ, വാഷർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയ 2 റിഫ്ലക്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബൂട്ടിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യം ബൂട്ട് സ്പേസ് നല്ല ഗംഭീരമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹൂക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ നോർമൽ രീതിയിലുള്ള ഒരു സ്റ്റീൽ വീൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരത്തെയുള്ള ഓൾട്രോസിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് 60/40 ഫോൾഡബിൾ സീറ്റ്സ് അല്ല റെയറിൽ വരുന്നത്. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള 3.3 സീറ്റ് ബെൽറ്റ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹെഡ് റെസ്റ്റ് മിസ്സിംഗ് ആണ് ആ ഒരു ഭാഗത്ത്. ആ സീറ്റ്സിൽ 2 പോക്കറ്റ്സ്, പ്രോപ്പർ ആയിട്ടുള്ള പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാഗസീനോ ലാപ്ടോപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. നല്ല യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് ബിഹൈൻഡ് ദ സ്റ്റിയറിംഗ് വീലാണ്. പ്രോപ്പർ ആയിട്ടുള്ള 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഡിജിറ്റൽ എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. അതിൽ തന്നെ 7 ഇഞ്ചിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മീൻസ് ആ ഒരു ലുക്കും കാര്യങ്ങളും അതിന്റെ സൈഡിൽ വരുന്ന പാനൽ ആയാലും ആ ഒരു ഗ്ലോസി ബ്ലാക്കിൽ ഒരുപാട് നമ്മൾ ഈ മാരുതിയിൽ അല്ലെങ്കിൽ മാരുതി സുസുക്കിയിൽ കാണുന്ന പോലെ ഒരുപാട് പാനൽ കൊടുക്കാതെ ആവശ്യത്തിനുള്ള പാനൽ കൊടുത്തിട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. വേറെ DCTയോ AMTയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡാഷ്ബോർഡ് ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 3 ചാർജിങ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൽ ഒരു സ്ലൈഡിംഗ് ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡീപ്പ് പോക്കറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആണ്. സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കളർ വേരിയൻസിലും ഓറഞ്ച് കളർ ആയിരിക്കും കേട്ടോ. അതല്ലാതെ വെന്റിലേറ്റഡ് സീറ്റ്സ് 2 സൈഡിലും വരുന്നുണ്ട്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓൺ ടച്ച് സൺറൂഫും വരുന്നുണ്ട്. അത് ആ ഡിസൈനിങ്ങും അതെല്ലാം മീൻസ് ഫുൾ ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്പോർട്ടിയർ വേർഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതുപോലെ ആ ഒരു അടയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ഗ്രീൻ ടിൻറ്റഡ് ഗ്ലാസ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
സോ ദാറ്റ് സൺലൈറ്റ് ഒരു പരിധി വരെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയും കൂളിംഗ് വരാനുമാണ്. മാനുവൽ IRVM ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സും ആണ് വരുന്നത്. ആ ഒരു സെൻസിങ് യൂണിറ്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അഗൈൻ റെയറിലേക്ക് വന്നാൽ ലെതറൈറ്റ് സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓറഞ്ച് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. അക്രോസ് എല്ലാ വേരിയൻസിലും സെയിം ആണ്. അതുപോലെ ഫ്ലാറ്റ് ഫ്ലോർ ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ 8 സ്പീക്കേഴ്സ്, ഓൾമോസ്റ്റ് 6 സ്പീക്കേഴ്സ്, ഒരു 2 ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. ഹർമന്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോർ പോക്കറ്റ്സിലൊക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ ഡീപ്പായിട്ട്, കാര്യം ഇവര് ഈ ഒരു ഇന്റീരിയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റി സ്പേസ് എല്ലാം ഇച്ചിരി വലുതാണ്. AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചാർജിങ് യൂണിറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പ്രീവിയസ് മോഡലിനെ അപേക്ഷിച്ച് സെയിം തന്നെയാണ് കാറിന്റെ ആ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഈ ഒരു കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ 6 എയർ ബാഗ്സ്, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, റെയർ പാർക്കിംഗ് സെൻസേഴ്സ്, ABS, EBD, ESP, ട്രാക്ഷൻ കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് ആ ഒരു റേസർ ബാഡ്ജിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.